ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മെഷർമെൻ്റ് ഒക്കെ വരയ്ക്കാനായിട്ട് ഞാനൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. 35 ഇഞ്ച് ചെസ്റ്റ് അളവിലുള്ള ഒരാളുടെ മെഷർമെൻ്റാണ് ഞാൻ ഈ ചാർട്ടിൽ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു മെഷർമെൻറ്റ് മതിയാവും. ഇങ്ങനെ നമ്മൾ മെഷർമെൻ്റൊക്കെ വരച്ച് കട്ട് ചെയ്തെടുത്താലുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു മെറ്റീരിയലിലും വളരെ ഈസി ആയിട്ട് 2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിനായിട്ട് ഞാൻ ചാർട്ടിൻ്റെ ഒരു വശത്ത് നിന്ന് 12.5 ഇഞ്ചാണ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടേപ്പ് വെച്ചിട്ട് 12.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ താഴത്തായിട്ട് 19 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ നിന്നും ഒരു 6.5 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 6.5 ഇഞ്ച്, 12.5 ഇഞ്ച്, 19 ഇഞ്ച് വരെ കിട്ടിയിട്ടുണ്ട്. 3 മാർക്കിങ് കിട്ടിയിട്ടുണ്ട്. ഇനി മുകളിൽ നിന്നും ഇതുപോലെ ടേപ്പ് വെച്ച് 6.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ച് നമുക്കൊരു സ്ക്വയർ ഉണ്ടാക്കണം. സ്ക്വയർ വരച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്വയറിനകത്താണ് നമ്മൾ ഷോൾഡറും കഴുത്തൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നീട് നമ്മൾ 12.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്ന നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ പിന്നീടുള്ള മെഷർമെൻറ്റൊക്കെ നമുക്ക് വരക്കാനായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ 19 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മളിതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെസ്റ്റ് അളവായിട്ട് 9.5 ഇഞ്ചാണ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. 9.5 ഇഞ്ച് നമ്മൾ ഈ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് 9.5 ഇഞ്ച് നമ്മൾ ചെസ്റ്റ് അളവായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ നമ്മൾ വരക്കണം. അത് നമ്മളെ ഇഷ്ടത്തിന് എടുക്കാം. 1.5 അല്ലെങ്കിൽ 1.25 ഇഞ്ചായിട്ട് നമുക്ക് തയ്യൽ തുമ്പ് വേണമെങ്കിൽ വരച്ചെടുക്കാം. ഞാനിവിടെ 1 ഇഞ്ചാണ് വരക്കുന്നത്. പിന്നീട് ഒരു 3.5 ഇഞ്ച് അകലത്തിൽ നമ്മൾ ഈ സ്ക്വയറിനകത്തൊരു വര വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 12.5 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരു 8.5 ഇഞ്ചാണ് വരച്ചു കൊടുക്കുന്നത്. നമ്മളെ ബോഡി ഷേപ്പിൻ്റെ അളവായിട്ട് 8.5 ഇഞ്ച് നമ്മൾ ടേപ്പ് വെച്ച് അളന്ന് വരക്കുക. അതുകൂടാതെ ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും കൂടെ വരച്ചു കൊടുക്കാം. അതുപോലെ 19 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മൾ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് നമ്മൾ സ്ലിറ്റ് വരുന്ന ഏരിയ. അപ്പോൾ അവിടെ നിന്ന് 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലിറ്റിൻ്റെ താഴത്തായിട്ട് കുറച്ച് വീതി വേണമല്ലോ. അപ്പം നമുക്കൊരു 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. 19 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ നമുക്ക് വരച്ചു കൊടുക്കാം. അത് നമുക്കൊന്ന് നീട്ടി വരക്കാം. അപ്പോൾ നമ്മൾ ഈ വരച്ച് വെച്ചിട്ടുള്ള മാർക്കിങ്ങുകളൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് ഷേപ്പിൽ വരച്ചെടുക്കാം. പിന്നെ ഞാനതെല്ലാം ഒന്ന് കട്ടിയായിട്ട് വരച്ചിട്ടുണ്ട്, നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മാർക്കിങ്സുകളൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അടുത്തത് നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. കറക്റ്റ് നടുക്കുന്നത് തന്നെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട്
1.5 ഇഞ്ച് അളന്ന് നമ്മൾ ഒരു മാർക്കിങ് കൊടുക്കണം. 1.5 ഇഞ്ചാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പോർഷൻ നമ്മൾ കൈക്കുഴീൻ്റെ ഒരു പോർഷനാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ വരച്ചതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കാൻ താഴേക്ക്. അപ്പോൾ ഈ ഷോൾഡർ പോർഷൻസിൽ നമുക്കിനി മാർക്കിങ്സ് കൊടുക്കണം. അപ്പോൾ അവിടുന്ന് ഒരു 3.5 ചാർട്ടിൻ്റെ അറ്റത്ത് നിന്ന് 3.5 അല്ലെങ്കിൽ 3 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3.5 ആണെങ്കിൽ നമുക്ക് ഷോൾഡറിൻ്റെ വീതി കുറവായിരിക്കും, 3 ആണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും. അത് നമുക്ക് അനുസരിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ഇഞ്ച് വീതിയിലാണ് ഇപ്പം വരച്ചു കൊടുക്കുന്നത്. അതുപോലെ കഴുത്ത് നമുക്ക് വേണമെങ്കിൽ റൗണ്ടിലോ സ്ക്വയറിലോ വിയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ച് എടുക്കുമ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടെ നമുക്ക് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണോ കഴുത്തിൻ്റെ ഇറക്കം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇത് മാറ്റം വരുത്താം. അപ്പം ഞാനിവിടെ 5.5 ഇഞ്ച് മുകളിൽ നിന്ന് താഴേക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇനി ഇത് കറക്റ്റ് നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കാം. ഇത് നമുക്ക് ആ വരച്ച മാർക്കിങ്സിലൂടെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതുപോലെ കുർത്തീൻ്റെ അളവ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലല്ലാണ്ട് ചാർട്ട് പേപ്പറിലല്ലാണ്ട് കുറച്ച് കട്ടിയുള്ള ഏതെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ അതിൽ നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചീത്തയാവില്ല. കാർഡ്ബോർഡ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ഞാൻ വെട്ടിയെടുത്ത ഒരു കാർഡ്ബോർഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് വരക്കാം. അടുത്തത് നമ്മൾ കൈ കട്ട് ചെയ്യാനുള്ള ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒന്ന് എടുത്തിട്ട് അതിന് 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈയിൻ്റെ നീളത്തിനായിട്ട് നമ്മളൊരു 13 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 13.5 ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കൈയിൻ്റെ വീതിക്കായിട്ട് നമ്മൾ 8.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 8.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി ഒരു ബോക്സ് പോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. 13.5 ഇഞ്ച് അതുപോലെ തന്നെ 8.25 ഇഞ്ച് അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു സ്ക്വയറിൻ്റെ ഈ മൂലയിൽ നിന്ന് നമ്മളൊരു കറക്റ്റ് നടുവിൽ നിന്ന് തന്നെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുകളിലത്തെ അറ്റത്ത് നിന്നും നമ്മളൊരു 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നീട് നമ്മൾ ഈ ഒരു 2 പോയിൻറ്റും കൂടി ഈ ഒരു ഷേപ്പിലാണ് വരച്ചെടുക്കുന്നത്. ഒരു എസ് പോലെ നമ്മളിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വേവ് പോലെ നമ്മളിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ വീതിയായിട്ട് നമ്മളൊരു 5 ഇഞ്ചാണ് വരച്ചു കൊടുക്കുന്നത്. 5 ഇഞ്ച് അതുപോലെ തന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 മാർക്കിങ്ങുകളും നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ വരച്ച മാർക്കിങ്ങിലൂടെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കൈയിൻ്റെ പോർഷനും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരും. അപ്പോൾ താങ്ക് യു. ബൈ.